ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാംസിലൊക്കെ യൂസ് ചെയ്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. അതായത് നമ്മളൊരു മെസ്സേജ് ഓൾറെഡി പ്രോഗ്രാമിൽ എഴുതി വെക്കും, അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യും. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് എപ്പോഴും ഡയനാമിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് വേണം. അതായത് യൂസർ വല്ല ഇൻപുട്ടും എൻ്റർ ചെയ്യും, അതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം റെസ്പോൺസ് ചെയ്യും. സോ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് യൂസർ നൽകുന്ന ഇൻപുട്ട് റീഡ് ചെയ്യണം. അത് നമ്മൾ വേരിയബിളിലോട്ടാണ് റീഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ വേരിയബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് വേരിയബിളിന് അസൈൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നോർമലി ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ്, ഡബിൾ ഡാറ്റ ടൈപ്സ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. ഇത് കൂടാതെ വേറെ കുറച്ച് ഡാറ്റ ടൈപ്സും കൂടി ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇത്തരം ഡാറ്റ ടൈപ്സിലോട്ട് അല്ലെങ്കിൽ ഇത്തരം വേരിയബിളിലോട്ട്, അതായത് ഒരു ഇൻറ്റീജർ വേരിയബിളിലോട്ട് ഒക്കെ നമ്മൾ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം, സേ ഫോർ എക്സാമ്പിൾ ഏജ് ഈസ് ഈക്വൽ ടു 25 എന്ന് കൊടുക്കുന്നതിന് പകരം റൺ ചെയ്യുന്ന സമയത്ത് യൂസറോട് ഏജ് എൻ്റർ ചെയ്യാൻ പറയും. എൻ്റർ യുവർ ഏജ്. അപ്പോൾ യൂസർ കീബോർഡിൽ ഒരു വാല്യൂ 25 അല്ലെങ്കിൽ 35 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമ്മുടെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിന് നമുക്ക് സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ പ്രിൻ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഒരു മെസ്സേജ് നമ്മുടെ സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യും. പക്ഷേ സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്കൊരു കീബോർഡിൽ നിന്ന് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൊക്കെ റീഡ് ചെയ്ത് അത് നമ്മുടെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. സോ സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ഈ വേരിയബിളിലോട്ട്, ഏജ് അറിയുന്ന ഇൻറ്റീജർ വേരിയബിളിലോട്ട്, ഹൈറ്റ് അറിയുന്ന ഫ്ലോട്ട് വേരിയബിളിലോട്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അറിയുന്ന ഡബിൾ വേരിയബിളിലോട്ട്, അല്ലെങ്കിൽ ഇനീഷ്യൽ എന്ന് പറയുന്ന ക്യാരക്ടർ വേരിയബിളിലോട്ടൊക്കെ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സ്കാനഫ് ആണ്. സ്കാനഫിൻ്റെ കോഡും പ്രിൻ്റ് എഫിൻ്റെ കോഡൊക്കെ ഒരേ ഹെഡർ ഫയലിലാണ്. അതുകൊണ്ട് തന്നെ സ്കാനഫ് യൂസ് ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില അഡ്വാൻസ്ഡ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ഹെഡർ ഫയലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ പ്രിൻ്റ് എഫ് യൂസ് ചെയ്യാനും സ്കാനഫ് യൂസ് ചെയ്യാനും നമുക്കൊരു ഒറ്റ ഹെഡർ ഫയൽ മതി, stdio.h. അത് നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ ലൈൻ തന്നെ # stdio.h ആണ്. അതുകൊണ്ട് തന്നെ പ്രിൻ്റ് എഫ് അല്ലെങ്കിൽ സ്കാനഫ് പോലത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ട ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ നമുക്ക് ഇനി വേറെ ഹെഡർ ഫയലിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ടും കാണില്ല. കാരണം ഇതിൽ ജസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. അത് അതിലോട്ട് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല, പ്രിൻറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടില്ല. സോ ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചില മെസ്സേജസ് പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്രിൻ്റ് എഫ് എൻ്റർ യുവർ ഏജ്, ആ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. പ്രിൻ്റ് എഫ് എൻ്റർ ദ ഏജ്, അതൊരു ഇൻറ്റീജർ വേരിയബിളാണ്. അപ്പോൾ നമ്മൾ ആ മെസ്സേജ് തന്നെ ഇൻറ്റ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഇനി ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് കാണാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ കീബോർഡിൽ നമുക്കൊരു മെസ്സേജ് ഒരു വേരിയബിളിലോട്ട് ഈ വാല്യൂ ഒന്ന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു 25 ടൈപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ കോഡ് എക്സിറ്റ് ആവും. ആ ഒരു വാല്യൂ, ഈ ഏജിലോട്ടൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ %d യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് ഒരു വേരിയബിൾ, ഇൻറ്റീജർ വേരിയബിളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. %d ആണ് യൂസ് ചെയ്ത്. അതേ ഫോർമാറ്റ് സ്പെസിഫയർ ഇവിടെ യൂസ് ചെയ്യാം. %d കൊടുത്ത് നമുക്ക് വേരിയബിളിൻ്റെ പേര് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ഏജ് എന്ന വേരിയബിളിലോട്ടാണ് ഈ വാല്യൂ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏജ് എന്ന വേരിയബിളിലോട്ട് ആണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ Shift+7 യൂസ് ചെയ്ത് ആൻഡ് സിമ്പിൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് മെമ്മറിയിലോട്ട് വേണ്ടിയിട്ടാണ്. നമുക്ക് പോയിന്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നമ്മൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റർ ദ ഏജ് അറിയുന്ന ഒരു മെസ്സേജ് വരും. അത് കഴിഞ്ഞ ഒരു വേരിയബിളിലോട്ട്, ഈ ഏജ് അറിയുന്ന വേരിയബിളിലോട്ട് വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു കോഡും കൂടി എഴുതിയിട്ട് നമുക്ക് ഈ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഈ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എൻ്റർ ദ ഏജ് അറിയും. അത് കഴിഞ്ഞ് നമ്മൾ കീബോർഡിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ വാല്യൂ ഏതാണോ എൻ്റർ ചെയ്യുന്നത് അത് മെസ്സേജിൽ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. സോ ഈ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ 25 അറിയുന്ന വാല്യൂ എൻ്റർ ചെയ്യുന്നു. ഏജ് ഈസ് 25 എന്ന മെസ്സേജ് വരുന്നു. നമ്മൾ എൻ്റർ ദ ഏജ് ഇൻറ്റ് അറിയുന്നു, ആ ഒരു മെസ്സേജ് വന്ന് അത് കഴിഞ്ഞ് സ്കാനഫ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുത്തത് അത് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. ഏജ് ഈസ് %d കൊടുത്ത് 25.
ഏജ് വേരിയബിളിൽ നമ്മൾ എന്ത് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്ത് അതും ഇവിടെ കാണാം. ഇനി നമ്മൾ രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇപ്രാവശ്യം നമ്മൾ 50 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നെങ്കിലോ ഏജ് ഈസ് 50 എന്ന വാല്യൂ കാണും. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് വാല്യൂ ആണോ നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്നത് ആ വാല്യൂ ആണ് നമ്മുടെ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി വേരിയബിളിലോട്ട് കൂടി ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഹൈറ്റ് അറിയുന്ന വേരിയബിളിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ഞാനൊരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. എൻ്റർ ദ വാല്യൂ ഇൻ ടു ഹൈറ്റ്. എൻ്റർ ദ ഹൈറ്റ് അതൊരു ഫ്ലോട്ടാണ്, അതുകൊണ്ട് തന്നെ %f യൂസ് ചെയ്യുന്നു. ഇവിടെ വേരിയബിൾ ഹൈറ്റ് യൂസ് ചെയ്യുന്നു. ഹൈറ്റ് അറിയുന്ന വേരിയബിളിലോട്ടാണ് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അഡ്രസ് സിമ്പിളും യൂസ് ചെയ്യുന്നത്. ഇനി ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് എന്താക്കാം, ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുക്കും. സോ ഈ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് വാല്യൂ ആണോ ഹൈറ്റ് വേരിയബിളോട്ട് ഇനിഷ്യലൈസ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് ആ മെസ്സേജ് ആ വാല്യൂ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഈ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഏജ് 24 എൻ്റർ ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഏത് വാല്യൂ ആണ് കൊടുത്ത് അത് ഏജ് വേരിയബിളിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഹൈറ്റ് അറിയുന്നത് 5.6 കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് ഈസ് 5.6 എന്ന് വരുന്നത് കാണാം. ഇനി നമുക്കത് ഒന്നും കൂടി ഫോർമാറ്റ് ചെയ്തിട്ട് ജസ്റ്റ് 2 ഡിജിറ്റ് മാത്രം മതിയെങ്കിൽ 0.2 എന്നാക്കി. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം 36 ഹൈറ്റ് കൊടുക്കുന്നു, 36 ഏജ് കൊടുക്കുന്നു. ഹൈറ്റ് നമുക്ക് 40.2 കൊടുക്കുന്നു. അത് ഇപ്പോൾ 2 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിൽ 2 ഡിജിറ്റ് മാത്രമാണ് കാണിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഡിസ്റ്റൻസ് അതൊരു ഡബിളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ LF യൂസ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് അറിയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്യുന്നു. പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്യുന്ന സമയത്ത് LF എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ @ സിമ്പിൾ അല്ലെങ്കിൽ അഡ്രസ് സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റർ ദ ഇനീഷ്യൽ ക്യാരക്ടർ. അത് കൂടാതെ ഞാനൊരു സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. @ഇനീഷ്യൽ അതായത് ഇനീഷ്യൽ അറിയുന്ന വേരിയബിൾ ക്യാരക്ടറാണ്. അതിലോട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഡാറ്റ എത്രയാണോ അത് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ %C യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ നമുക്ക് ഈ ഫൈനൽ പാർട്ടും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാണ്. എൻ്റർ ദ ഏജ് ഇൻറ്റ്. നമ്മൾ ഈ പാർട്ട് പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താണ്. ഞാൻ 25 കൊടുക്കുന്നു. ഔട്ട്പുട്ടിൽ നമുക്ക് 25 കാണാൻ പറ്റും. ഇനി നമ്മൾ ഹൈറ്റ് ഞാൻ 5.8 കൊടുക്കുന്നു. ഇപ്രാവശ്യം 5.8 ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി ഡിസ്റ്റൻസ് ഞാൻ 400.3 കൊടുക്കുന്നു. നമുക്ക് ഡിസ്റ്റൻസ് എത്രയാണോ കൊടുത്ത് അത് നമ്മുടെ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. ഇനി ഇനീഷ്യലി നമ്മൾ എൻ്റർ ചെയ്യണം. ഇനീഷ്യലി ഞാൻ ക്യാപിറ്റൽ P ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ഇനീഷ്യലി P എന്ന് കാണാൻ പറ്റും. കൂടാതെ ഇവിടെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് കാണുന്നത്. സോ മൊത്തം കോഡിൻ്റെ എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ എൻ്റർ ദ ഏജ് അറിയുന്ന ഇവിടെ കാണാൻ പറ്റും. scanf യൂസ് ചെയ്ത് നമ്മളൊരു മെസ്സേജ് റീഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു വാല്യൂ റീഡ് ചെയ്തു. അത് നമ്മൾ printf യൂസ് ചെയ്ത് വീണ്ടും പ്രിൻറ്റ് ചെയ്തു. പിന്നെ അടുത്ത printfൽ എൻ്റർ ദ ഹൈറ്റ് വന്നു. അതിനൊരു വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. അതേപോലെ ബാക്കി എല്ലാ കോഡിലും നമ്മളൊരു മെസ്സേജ് എൻ്റർ ദ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞ് scanf യൂസ് ചെയ്ത് ആ വാല്യൂ റീഡ് ചെയ്ത് ദെൻ printf യൂസ് ചെയ്ത് അതേ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ ഇനീഷ്യലും ഇതേപോലെ റീഡ് ചെയ്തു, ഇനീഷ്യലി ഇതേപോലെ പ്രിൻറ്റും ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മുടെ scanf ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു വേരിയബിളിലോട്ട് ഡാറ്റ റീഡ് ചെയ്തെടുക്കുന്നത്. വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി printf യൂസ് ചെയ്യാം. printfനകത്ത് ഏത് തരത്തിലുള്ള വേരിയബിളാണോ അതിനനുസരിച്ച് ഫോർമാറ്റ് സ്പെസിഫയറും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇൻറ്റീജർ ആണെങ്കിൽ %d യൂസ് ചെയ്യാം, ക്യാരക്ടർ ഡാറ്റ ആണെങ്കിൽ %C യൂസ് ചെയ്യാം, ഫ്ലോട്ട് ആണെങ്കിൽ f യൂസ് ചെയ്യാം, ഡബിൾ ആണെങ്കിൽ LF യൂസ് ചെയ്യാം. സോ printfലും scanfലും ഒരേ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് യൂസ് ചെയ്യുക. പിന്നെ printfൽ നമ്മൾ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ പേര് മാത്രമാണ് സ്പെസിഫൈ ചെയ്യുക. പക്ഷേ scanf യൂസ് ചെയ്ത് ഡാറ്റ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ആൻഡ് സിമ്പിളും കൂടി യൂസ് ചെയ്യും. ഏത് വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ആൻഡ് സിമ്പിൾ Shift 7 ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.